ഞാൻ ചാലനാസ് KPCCയുടെ പ്രസിഡന്റിന്റെ മാറ്റം സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വാർത്തകളും മറ്റു വിശേഷങ്ങളുമൊക്കെ കണ്ടിട്ട് ഒരു അഭിപ്രായവും പറയാതിരുന്ന ഒരാളാണ് ഞാൻ. കാരണം KPCC പ്രസിഡന്റിന്റെ മാറ്റിയതുകൊണ്ട് ഈ പാർട്ടി രക്ഷപ്പെടില്ല എന്നുള്ള കൃത്യമായ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ശ്രീ കെ സുധാകരൻ പ്രസിഡന്റായി വന്നപ്പോൾ KPCCക്ക് നിയോഗിക്കുവാൻ പറ്റാവുന്നതിൽ ഏറ്റവും നല്ല പ്രസിഡന്റാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം വന്നതുകൊണ്ട് ഈ പാർട്ടി ശരിയാകും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞ ആളുമാണ്. അതുതന്നെയാണ് ഇപ്പോഴുമുള്ള അഭിപ്രായം. എന്റെ പ്രിയപ്പെട്ട നേതാക്കൾ, അത് കേരളത്തിലെ ഹൈക്കമാൻഡായിരുന്നാലും ശരി, കേരളത്തിലെ ഹൈക്കമാൻഡാൽ നിയന്ത്രിക്കപ്പെടുന്ന കേന്ദ്ര ഹൈക്കമാൻഡ് നേതാക്കളായിരുന്നാലും ശരി, നിങ്ങൾ പൊട്ടന്മാരായിട്ട് അഭിനയിക്കരുത്. ഈ പാർട്ടിക്കുണ്ടാകുന്ന അപജയം എന്താണ് എന്നുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. താഴെത്തട്ടിൽ ഈ പാർട്ടി ഏതാണ്ട് പൂർണ്ണമായി നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ താഴെത്തട്ടിൽ പാർട്ടിയെ സംഘടിപ്പിക്കുവാൻ കിട്ടിയ സുവർണ അവസര സമയങ്ങൾ നിങ്ങൾ പാഴാക്കി കളഞ്ഞു. ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, സന്തോഷം. ആര് മാറി വന്നിരുന്നാലും ശരി, അതാത് ജില്ലകളെ നിയന്ത്രിക്കുന്ന ചില കടൽ കിഴവന്മാരായ ഈ കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളുടെ പിടിയിലാണ് ജില്ലാ കമ്മിറ്റികളും ജില്ലകളും ഒക്കെ. അവരുടെ പിടിയിലാണ് നിങ്ങളൊക്കെ. പറയണോ? പേരുകൾ പറയണോ? ഏതൊക്കെ നേതാക്കളാണ് ഇപ്പോഴും മാറിയും തിരിഞ്ഞു മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയണോ? അത്തരം ആളുകളെ ഒന്ന് ചെറുതായിട്ട് അകറ്റി നിർത്തി, ഈ പാർട്ടിയിൽ നിന്നും നിങ്ങൾ അകറ്റി നിർത്തിയിരിക്കുന്ന, നിഷ്ക്രിയരായി നിർത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പേരും വിവരങ്ങളും ഒക്കെ എന്റെ കയ്യിലുണ്ട്. എല്ലാവരുടേതുമില്ല. ഏതാണ്ട് 7215 പേരുടെ ലിസ്റ്റുണ്ട്. അത്തരം 10,000കണക്കിന് ആളുകളുണ്ട്. അത്തരം ആളുകളെ ഒന്ന് പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് സ്ഥാനം കൊടുക്കണം എന്നൊന്നുമല്ല പറയുന്ന, അർഹതപ്പെട്ടവർക്ക് അതും കൊടുക്കണം. മുഖ്യധാരയിലേക്ക് ഈ പറഞ്ഞ ജില്ലയിലുള്ള ചില സൂപ്പർ കൊണാണ്ടർമാരെ അകറ്റി നിർത്തിയിരിക്കുന്നവരാണ്. നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഈ പാർട്ടിയുടെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന ആളുകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് തുറന്ന മനസ്സോടുകൂടി ഇനി താഴെത്തട്ടിലൊക്കെ സംഘടനയെ ഭയങ്കരമായി ഉഴുതു മറിച്ച് ശക്തിപ്പെടുത്തുക എന്നുള്ളത് അപ്രായോഗികമാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ അകറ്റി നിർത്തിയിരിക്കുന്നവരെ കൂടെ കൂട്ടിയോജിപ്പിച്ച് ജില്ലാ തലത്തിലുള്ള ഈ വേറെ പല പാർട്ടിക്കാരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന നേതാക്കളാണ്. ആ നേതാക്കൾക്ക് ചൂട്ടുപിടിക്കുന്നത് ഇവിടത്തെ സംസ്ഥാന ഹൈക്കമാൻഡ് നേതാക്കളാണ്. ഇനി എല്ലാം പൊളിച്ചു പറയേണ്ട സമയം അതിക്രമിച്ചു. തൽക്കാലം പൊളിച്ചു പറയുന്നില്ല. തുടർന്നും ഈ വീഡിയോയിൽ കൂടി ഓരോ വിവരങ്ങളും പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം